കാലത്ത് തന്നെ ഇവരെനിക്ക് 2 റൊട്ടിയും അതുപോലെ തന്നെ കുറച്ച് അച്ചാറും ആ റൊട്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നു കേട്ടോ. കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. ഇന്നലെ താമസിച്ച ഗുരുദ്വാരയിലാണ് കേട്ടോ ഞാൻ പറയണത്. ഇവിടെ നിന്നും കാലത്ത് തന്നെ 130 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും കേട്ടോ. കുറച്ച് വലിയൊരു സിറ്റിയാണ് ലുധിയാന എന്ന് പറയണത്. അവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അജ്മീർ വെച്ച് പരിചയപ്പെട്ട നമ്മുടെ പഞ്ചാബി അപ്പൂപ്പൻ കേട്ടോ. പഞ്ചാബി അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 130 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി നേരെ ആളുടെ അടുത്തേക്ക് പോകാൻ നോക്കാണ് കേട്ടോ. ഇങ്ങനത്തെ യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാമങ്ങളിൽ കൂടെ മാപ്പ് ഇടണം കേട്ടോ. ഒരു കാരണവശാലും ഇതിൽ കൂടെ ഇടരുത്. ഹൈവേ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടണ്ട കേട്ടോ. എൻ്റെ പൊന്നു ഗൈസ്, നമ്മൾ ആ വഴിയാണ് വന്നത് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ വഴി ഇതിൽ കൂടെ പോന്നു. ഇനി നേരെ നമ്മൾ ഹൈവേ കയറി NH52 നമ്മുടെ PB പഞ്ചാബ് RTCയുടെ വണ്ടിയൊക്കെ കാണാം കേട്ടോ. പഞ്ചാബ് RTCയുടെ വണ്ടിയൊക്കെ കാണാം. ഫോട്ടോസ്റ്റാറ്റ് ഒരു ടൗണിലേക്ക് കയറി. ഇനി ഇവിടെ നിന്ന് 80 കിലോമീറ്റർ ആണുള്ളത്. ഉച്ചയാകുമ്പോഴേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കണം. ഉച്ചയല്ല, ഉച്ച തിരിയും. 4 മണി 5 മണി എന്തായാലും ഉറപ്പാ. ഇപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു. നല്ല തണവുള്ള കാരണം ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കില്ല കേട്ടോ. കാരണം നേരത്തെ എണീച്ചിട്ട് ഇപ്പോൾ 9 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ റൈഡ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 35 കിലോമീറ്റർ സർവൈവ് ചെയ്യണം കേട്ടോ. 35 കിലോമീറ്റർ നമ്മുടെ സുഹൃത്തിൻ്റെ സ്ഥലത്തേക്ക്, സുഹൃത്തല്ല നമ്മുടെ അപ്പാപ്പൻ്റെ അടുത്തേക്ക് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ സാധനം നൈസായിട്ട് വിട്ടു പോന്നു കണ്ടോ. നോക്കിയേ, ഫുള്ള് ചെളി. അതിൻ്റെ ഡ്രൈവ് ട്രെയിനിൻ്റെ ഉള്ളിൽ കിടന്ന് കുടുങ്ങിയിട്ട് ഈ സാധനം ഫുള്ള്. ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടു. ഞാൻ 20-25 അതിൻ്റെ ഇടയിൽ പോവായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലൊരു ആവറേജ് പിടിച്ച് പോവായിരുന്നു ഭാഗ്യത്തിന്. അല്ലെങ്കിൽ തീരുമാനമായേനെ. അത് ഭയങ്കര പണിയായി പോയേനെ. നോക്കി, ഈ സാധനം ഇവിടെ നിന്ന് വിട്ടിട്ട് ഈ സാധനം നിലത്ത് പോയി അതിൽ കൂടെ പോയി ഇതിൻ്റെ ഇടയിലേക്ക് വീണ്, ഡ്രൈവ് ട്രെയിനിൻ്റെ ഇടയിലേക്ക് വീണ്. അത് കിടന്ന് 4 വട്ടം കറങ്ങി. എന്നിട്ടാണ് ഞാൻ നിർത്തിയത്. അതിൻ്റെ ഇടയിൽ കുടുങ്ങി സ്റ്റക്കായി നിൽക്കുകയാണ്. ബാക്ക് ടയർ കറങ്ങാതിരിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടേനെ കേട്ടോ. ഞാൻ വീണാനെ ഉറപ്പാണ്. ഞാൻ വീണാനെ. നോക്കി, ഇവിടെ ഫുള്ള് ഇതായി ചെളിയായി. നോക്കി, കൈയൊക്കെ ഫുള്ള് പോയിട്ടോ. ഇങ്ങനെ കുളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ തീരുമാനമായി. നോക്കിയാൽ ഫുള്ള് ഇതായി. വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു കേട്ടോ. നമുക്ക് ലുധിയാന വരെ എത്തണ്ട. അതിനെക്കാട്ടും മുന്നെയാണ് ആളുടെ ലൊക്കേഷൻ വരുന്നത്, സ്ഥലം വരുന്നത്. ഞാൻ വിചാരിച്ചു ലുധിയാന വരെ പോകണം കേട്ടോ. ലുധിയാന വരെ പോകണ്ട, ഇവിടെയാണ് സ്ഥലം വരുന്നത് ആൾക്ക്. 36 കിലോമീറ്റർ ഇവിടെ നിന്ന്. നോക്കിയ ട്രെയിൻ അവിടെ നിന്ന് വരുന്നത് ദുരി എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബിലൊരു ടൗണാണ് കേട്ടോ, ദുരി. ബൈക്ക് അവിടെ നിന്ന് താഴ്ത്തി കൊണ്ടുപോകുന്നുണ്ടോ. ഇത് കൊണ്ടുപോകണം ബൈക്ക്. കണ്ട, ബൈക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ താഴ്ത്തിയെടുത്ത് കൊണ്ടുവരാ. പിന്നെ എന്തിനാ ഒരു ഇത് അടയ്ക്കണാവോ. ഇതേ ആ ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോകണം. ചേട്ടൻ പോണ്ടാവോ. നോക്കിയേ, ചെരിച്ചിട്ട് അടിയിടിക്കിട്ട് കൊണ്ടുവരുന്നു കേട്ടോ. അടിപൊളി. ഈ ചേട്ടനും പോവാ. ഇത് തുറക്കാൻ ചിലപ്പോൾ സമയമാവും. അതുകൊണ്ടായിരിക്കും, ധൃതിയുള്ളവരായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ധൃതിയുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഇതാ. അവിടുന്ന് ഹോണടി കേൾക്കുന്നുണ്ടല്ലോ. വന്നില്ലേ വണ്ടി? ഞാനൊരു ടൗണിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകാൻ ചേട്ടാ. ബൈപ്പാസ് കയറിയില്ല ഞാൻ. കൈ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു. കൈ ഫുള്ള് ആയിട്ടേ. ഗൈസ്, 5:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടാ. वेलकम, सॉरी पंजाब एंड ओके, थैंक यू इधर से कितना किलोमीटर है? 1 किलोमीटर. ओके, एक हाय बोलो हमारा. हेलो, हाय. हाय. ओके, चलो ഓക്കെ. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ ലുധിയാനയിലേക്ക് 130 കിലോമീറ്റർ ഉണ്ടെന്ന്. അപ്പോൾ 100 കിലോമീറ്റർ ചവിട്ടി കേട്ടോ. 100 കിലോമീറ്റർ ചവിട്ടി കേസ്. കുറേ ദുരന്തം നിറഞ്ഞതായിരുന്നു കേട്ടോ. കൈമത്ത് ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫൈനലി നമ്മൾ എത്തിപ്പെട്ടു ഇവിടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ആളുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ആൾ ഒരു ചെറിയൊരു വ്ളോഗറാണ് ഇവിടുത്തെ പഞ്ചാബിലത്തെ. കാട്ടുതരാം ഗൈസ്. കമൻറ്റ് ബോക്സിൽ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഉൾഗ്രാമങ്ങൾ കാട്ട് തന്നിട്ടാ. രാജസ്ഥാൻ, ഹരിയാന എല്ലാം ഉൾഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതാണ്ട് അറം വെറ്റിപ്പോയോണോ ഇതിപ്പോൾ. ഫുൾ ഉൾഗ്രാമങ്ങളോ. അവിടുത്തെ ലോക്കൽസും അവിടുത്തെ വില്ലേജ് ഏരിയയിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. എൻ്റെ പൊന്നാട്ടി പൊളി ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കൊള്ളാം. ചെറിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് എന്തായാലും ഭാഗ്യമായി. അല്ലെങ്കിൽ അത് തീരുമാനമായേനെ യാത്ര. സോ
പാടശേഖരങ്ങളുടെ ഉള്ളിൽ കൂടി ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞേട്ടാ. ആളുടെ വീട്ടിലായിരിക്കും ഇപ്പോൾ എന്തായാലും താമസിക്കുക. സോ രണ്ടാമത്തെ ദിവസം പിറ്റേ ദിവസം കാലത്ത് ഇതാണ് നമ്മുടെ പഞ്ചാബിലെ മുത്തച്ഛൻ്റെ ആള് അമർദേവ് സിംഗ് ഹം രംഗി റൈഡർ മേ പോല. ഓക്കെ ടീക്ക് ഷോർട്ട് രംഗി റൈഡർ എന്നാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. അമർദേവ് സിംഗ് ആളാണ് നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നത്. ആളുടെ ഔട്ട് ഹൗസ് വല ആളുടെ ചെറിയൊരു ഇതാണ്. അപ്പം എനിക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഇതും കാര്യങ്ങളൊക്കെ ടെൻ്റ് അടിക്കാനും അവിടെ താമസിക്കാൻ സേഫായിട്ട് താമസിക്കാൻ തന്നു. ഇന്ന് ആജ് വോ क्या देखने के लिए जा रहे हैं? माय विलेज. हाँ. एंड वो शुगर. हाँ. क्या बोलते हैं आप? शुगर केन. हाँ समझ गए നമ്മുടെ കരിമ്പ്. वो आ साधन കരിമ്പ്. हाँ वो देखना वो. ओके वो पूरा देख अराउंड माय विलेज. हाँ. एंड पूरा एग्रीकल्चर एंड लुधियाना में जा. लुधियाना. ओके. माय फ्रेंड ऋषि राइडर कैफे. ऋषि राइडर कैफे. ओके. माय फ्रेंड. हाँ. डीकैथलॉन. हाँ ഓക്കെ ऑल अराउंड. ഓക്കെ. പൂര ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. നിങ്ങളെയും കൂട്ടാട്ടാ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 138 140 കിലോമീറ്റർ ആണ്. അതിൽ ഇന്നലെ 100 കിലോമീറ്റർ കവർ ചെയ്തോളൂ. ഇവിടുന്ന് 40 30 കിത്തന കിലോമീറ്റർ ഇതർ സേ ലുധിയാന 30 30 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ 30 കിലോമീറ്റർ നമ്മൾ ലുധിയാനയിൽ പോകണം. ആളുടെ ഗ്രാമങ്ങൾ കാണുന്നു, അവിടുത്തെ വിശേഷങ്ങൾ അറിയുന്നു, ആളുടെ ഫ്രണ്ട്സിനെ കാണുന്നു. ഫുള്ളൊരു പഞ്ചാബി വ്ളോഗ്, പൂര പഞ്ചാബ് സ്റ്റൈൽ നമ്മുടെ വീഡിയോസിൽ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ ലോക്കറേക ഡോർ. ആ ഓക്കെ ടേക്ക്. അപ്പോൾ ആളുടെ ബൈക്ക് ഇതാണ്. സോ നമ്മൾ ഇന്ന് പഞ്ചാബ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. കാലത്ത് തന്നെ ഞാൻ ഫുള്ള് അലക്കിയിട്ടു കേട്ടോ, ഡ്രസ്സ് ഫുള്ള്. കാരണം 2 ദിവസം ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ ഫുള്ള് ഡ്രസ്സുകൾ അലക്കിയിട്ടു. ഇതൊക്കെ അലക്കാനുള്ള ഡ്രസ്സുകളായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ, പൊട്ട തുണികൾ. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. അപ്പാപ്പൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയും ലോക്കൽസിനെയും ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പാപ്പൻ ചില്ലറക്കാരനല്ല കേട്ടോ, 70 വയസ്സായി. ഈ പ്രായത്തിനിടയിൽ 28 രാജ്യങ്ങൾ സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്നെയും കൊണ്ട് അപ്പൂപ്പൻ ആളുടെ കുറച്ച് സുഹൃത്തുക്കൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു ഇത് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. ശർക്കര മേക്കിങ് എന്നുവെച്ചാൽ അതിൻ്റെ നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിൽ ശർക്കര എന്ന് പറയും, ബെല്ലം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ജാഗറി കേട്ടോ, ഇംഗ്ലീഷിൽ ജാഗറി എന്ന് പറയും. ഇത് ഇവർ 3 വെറൈറ്റി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാത്തിനെയും പ്രോസസ്സ് സെയിം തന്നെയാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും മിക്സിംഗ് ഒക്കെ ചിലപ്പോൾ വെറൈറ്റി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഞാനതൊന്ന് എനിക്ക് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സന്തോഷപൂർവ്വം പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവരുടെ കരിമ്പും തോട്ടത്തിൽ നിന്ന് തന്നെ കരിമ്പ് എടുത്തിട്ടാണ് നമ്മളത് ജ്യൂസ് ആക്കും. നമ്മുടെ നാട്ടിലും നമ്മുടെ വഴിയരികിലൊക്കെ കാണുന്ന ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, അതിനെക്കാട്ടും കുറച്ചുകൂടി വലിയ സൈസുള്ള ഒരു മെഷീനാണ് കേട്ടോ. കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൂട്ടാൻ കിട്ടുന്നൊരു ഇതാണ്. അതിൽ ജ്യൂസ് ആക്കിയതിന് ശേഷം ആ ജ്യൂസാണ് ഈ വലിയ ചെമ്പിലേക്ക് ഒഴിക്കുക കേട്ടോ. ആ ചെമ്പിലേക്ക് ഒഴിക്കുന്നത് റോ ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസാണ്. അപ്പോൾ അതങ്ങനെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പഴയ ആ ഒരു ശർക്കരയുടെ അംശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം ഫുള്ള് നമ്മൾ അരിച്ചിട്ടാണ് ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് കരുതി നമ്മൾ അരിക്കും. അരിച്ചതിന് ശേഷം ഈ അരിച്ച ജ്യൂസ് നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം നല്ല ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പക്ഷെ അത് തിളപ്പിച്ചാൽ മാത്രം പോരാ, അവർ പറയണത് ആ തിളപ്പിക്കുന്നതിന് കൂടി ഒരാളിരുന്ന് ഈ ചൂട്ടത്തിരുന്ന് ഇളക്കണം കേട്ടോ. അതാണ് ഏറ്റവും വലിയ പാട്. ഗൈസ് ഇതിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട്. തിളപ്പിച്ചിട്ട് അവർ ആ സാധനം മേലത്തെ കറുപ്പ കളറിലുള്ള ഒരു വെള്ളമാണ് ജ്യൂസായിട്ട് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊട്ട അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ബേക്കിംഗ് സോഡ ഇട്ട് തിളപ്പിച്ച് ഇപ്പോൾ ആളെടുത്ത് കാട്ടുന്ന രീതിയിൽ കണ്ട ആ സാധനം എടുത്തിട്ട് ആളെ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഊറ്റിയെടുക്കുക. പൊട്ട സാധനങ്ങളിലത്തെ വെള്ളം അരിച്ചെടുക്കുക. ഈ എടുത്ത് കളയുന്ന പൊട്ടയാണ് കേട്ടോ. ഇത് ബേക്കിംഗ് സോഡയാണ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ടാണ് ഈ സാധനം ചൂടാക്കി ഈ കളറിലേക്ക് എത്തണത് കേട്ടോ. ഈ കളറിലേക്ക് സാധാരണ ഈ സാധനം കറുത്ത കളറായിരിക്കും, ഒരു ഡാർക്ക് കളറിലായിരിക്കും ഈ സാധനം ഇരിക്കുക. കരിമ്പ് ജ്യൂസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പച്ച അങ്ങനത്തെ ഒരു കളറിലായിരിക്കുക. ഇതിലേക്ക് ആവണത് ബേക്കിംഗ് സോഡ ഇട്ട് അതിലത്തെ കളറും ഇതൊക്കെ കഴിഞ്ഞ് വൃത്തികെട്ട സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് ഈ സാധനം ഇങ്ങനത്തെ ഇതിലേക്ക് ആവണത് കേട്ടോ, ഈ ഒരു കളറിലേക്ക് ആവണത്.
അങ്ങനെ ബേക്കിംഗ് സോഡ ഇട്ട് കരിമ്പിൻ ജ്യൂസ് തിളപ്പിച്ചിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് അതായി വരാട്ടോ. നമുക്കത് ടൈറ്റായി വരും. അങ്ങനെ പാകമാവുമ്പോഴാണ് ഈ ഒരു ഫുള്ള് ചെമ്പ് അവർ ചെറിയൊരു ക്രെയിനിൻ്റെ ഒരു പുള്ളിയുടെ സഹായത്തോടു കൂടി ഒരു മരത്തിൻ്റെ ഒരു തട്ടികയിലേക്ക് അവരത് ചെരിഞ്ഞ് മാറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ അവർ അത് പറഞ്ഞു തന്നു. ആ ഒരു ഫോമിലാവുമ്പോൾ അതിന് ശേഷം ചൂട് ആറുന്നതിനെക്കാട്ടും മുന്നേ തന്നെ അത് ഷെയ്പ്പാക്കി എടുക്കണം കേട്ടോ. അന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെല്ലത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് ആക്കി എടുക്കണം, അല്ലെങ്കിൽ അത് ഉറച്ചു പോകട്ടോ. അപ്പോൾ അവർ ആ ഒരു പട്ടികയിൽ പരത്തിയതിന് ശേഷം, മരത്തിൻ്റെ പലകയിൽ പരത്തിയതിന് ശേഷം അതിൽ നിന്നാണ് ഓരോരോ ചെറിയ പീസുകൾ ഉരച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അതിന് ശേഷമാണ് അത് മാർക്കറ്റിലേക്ക് പോവുക. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു ശർക്കര എത്തണത് കേട്ടോ. ഇവിടെ ഒരു ശർക്കരയ്ക്ക് അവർ പറഞ്ഞത് അനുസരിച്ച് 150 രൂപ വരെ ഒരു വില കിട്ടും കേട്ടോ നമുക്ക് ഇവിടുത്തെ. അതിനനുസരിച്ച് ക്വാളിറ്റി അതിലുണ്ട്, വേറെ മിക്സിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ഒതൻറ്റിക് സാധനമായതുകൊണ്ട് അതിനനുസരിച്ച് വില കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. गिफ्ट थैंक यू पहले समझे नहीं वहाँ पे गिफ्ट कराया था। अच्छा वो उसका नाम क्या है? टिक्की हाँ, क्या डालेगा उससे? टिक्की पाया मिक्स है इसमें जमैन पाया, हाँ सौंफ पाया, हाँ खोपे का बुरादा पाया, देसी घी पाया। कोकोनट हाँ केरला में टू मच हाँ कोकोनट जो मिक्स थोड़ा हाँ कोकोनट एंड देन कोकोनट अजमैन एंड सौंफ अजमैन हाँ एंड सौंफ ലുധിയാന സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു സൈക്കിളോട്ടി വരുന്ന വഴിക്ക് ഈ സിറ്റി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടാ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ നാളെ സൈക്കിൾ ഓട്ടാൻ വരുമ്പോൾ ഡയറക്റ്റ് അത് പിടിച്ചാൽ മതി കേട്ടോ. 100 കിലോമീറ്റർ പിടിച്ചാൽ മതി. നമുക്ക് അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലെത്തോട്ടോ ഇതുപോലെ തന്നെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ KFC എല്ലാം കൂടിയിട്ടുള്ള ഒരു വലിയൊരു മാളിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡെക്കാത്ലോൺ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ട് ആള് നമ്മുടെ പഞ്ചാബി അപ്പൂപ്പൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. നമ്മുടെ തൃശ്ശൂർ, ഞങ്ങളുടെ നാട്ടിൽ കിട്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. സിറ്റി മാള് ഒന്ന് സിറ്റി ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ. എന്നിട്ട് ഇവിടെ ഇവരുടെ കുറേ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഫേ 150 പേരൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ബൈക്ക് റൈഡും കാര്യങ്ങളൊക്കെ. ബൈക്ക് റൈഡിൻ്റെ കമ്മ്യൂണിറ്റി ക്ലബ്ബ് 150 റൈഡേഴ്സ് ഉണ്ട് ലുധിയാന ഫുള്ളായിട്ട്. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടാം. അത് 1 മണിക്കാണ്. അപ്പോൾ അത്രയും സമയം വെറുതെ കളയണ്ടല്ലോ, ഇവിടെ നിന്ന് കറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. ഡെക്കാത്തലോണിൻ്റെ ഉള്ളിൽ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജാക്കറ്റുകൾ കുറേ ഓപ്ഷൻസുകളുണ്ട്. ഇത്ര വെറൈറ്റി ഓഫ് ജാക്കറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കി, ഇഷ്ടം പോലെ പല സൈസിൽ പല ഇതിൽ കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ള ജാക്കറ്റുകൾ, ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ കുറേ ജാക്കറ്റ് ഉണ്ട്. കാരണം ഇവിടെയൊക്കെ തണവ് നല്ല രീതിയിൽ വരുന്ന കാരണം ഫുള്ള് നോക്കി, ഇതിനൊക്കെ എന്തോരം ജാക്കറ്റുകളാണ്. ഇങ്ങനത്തെ ഒരു സെക്ഷൻ നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര കുറവാട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നെ, 8000 രൂപയാണ് ഇതിന്. അതുപോലെ തണവ് ഇത് ചെയ്യും കേട്ടോ. തണവ് നല്ല രീതിയിൽ പിടിക്കും. നോക്കിയേ, ബ്ലാക്ക് കളർ നല്ല രസമുണ്ട് കേട്ടോ. ഓഹ്, എന്തുതാ നോക്കിയേ, 9000 രൂപ. എൻ്റെ അമ്മോ, നല്ല രസമുണ്ട് കാണാൻ. ഇഷ്ടം പോലെ ജാക്കറ്റ്സ് ഡെക്കാത്തലോണിൽ കയറി വന്നപ്പോൾ ആദ്യം മനസ്സിലായതാണ്. ഗൈസ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഇവിടെ. ഫുള്ള് ഈ പറഞ്ഞോണം ഇങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു, ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ. वो माल है, शॉपिंग माल के नीचे ग्राउंड फ्लोर में. हाँ, इधर ग्राउंड फ्लोर ला वो शॉपिंग माल का नाम क्या है? शॉपिंग माल का बिल्डिंग का नाम पता नहीं यार, बाहर लिखा हो. ആ പുറത്തിറങ്ങിയിട്ട് നോക്കാം കേട്ടോ. ഇവിടെ വേറൊരു സൈക്കിൾ ഷോപ്പ് ഉണ്ടോ, ഇലക്ട്രിക് ഇത് സൈക്കിൾ ഷോപ്പ് പറയാൻ പറ്റില്ല. ഇവിടെ ഇഷ്ടം പോലെ സൈക്കിൾ ബ്രാൻഡുകളുണ്ട്. RYD इलेक्ट्रिक, वो इलेक्ट्रिक वाला इधर भी है, वो केरला में नहीं है वो ब्रांड. RYD ഇലക്ട്രിക്, കീപ് ഗോയിങ്. കൊള്ളാലോ, ഇവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കണം കേട്ടോ. വല്ല കൊളാബും കിട്ടുകയാണെങ്കിൽ. RYD ഇലക്ട്രിക് കൊള്ളാം. ഞങ്ങൾ ഇതിൻ്റെ V2 സിനിമാസ് കാനം
കെനം എഡ്യൂക്കേഷൻ എന്നിട്ടാണ് ഈ ഇതിൻ്റെ മാളിൻ്റെ പേര് കേട്ടോ. ഡെക്കാത്തലോൺ ബാക്കിയെല്ലാം എവിടെയുണ്ട്. ട്രൂ ബൈക്സ് റൈഡ് ആൻഡ് ഷൈൻ. ഇങ്ങോട്ടാണ് വന്നത് ഈ മാളിലേക്ക്. ഇനി എന്തായാലും നമുക്ക് മറ്റേടത്തേക്ക് പോകാം കേട്ടോ. ഞാൻ ജസ്റ്റ് സിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഗൈസ്, പഞ്ചാബിൽ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ റീൽസുകളിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. സംഭവം സത്യമാണ് കേട്ടോ. ഇവർ കാറുകളിലൊക്കെ എത്ര ചെറിയ കാറായാലും എത്ര വലിയ കാറായാലും ഇവന്മാർ ഫുള്ള് എലോയ് ഇട്ടിട്ട് കിട്ടില്ലാനാകും കേട്ടോ. ചില വണ്ടികളൊക്കെ കാണണം. എൻ്റെ പോലെ അടിപൊളിയായിട്ട് വെക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ 2 ടാറുണ്ട്. ഇവന്മാരുടെ വണ്ടികൾ മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇത് സ്റ്റോക്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതും സ്റ്റോക്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഞാൻ കാട്ടിത്തരാം കേട്ടോ. അതെ, ആ I20യുടെ വീൽ ഇത് നോക്കിട്ടാ, എലോയ് വീലിട്ടിട്ട്. അവിടെ 2 ഫോർച്യൂണർ പോകുന്നുണ്ട്, ഫുള്ള് എലോയ് വീലിട്ടിട്ട്. ഞാനൊരു ക്ലോസർ ലുക്ക് ഇട്ടാണ് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇത് അവിടെ ഒരു ക്രെറ്റ അല്ല കിയ സോണറ്റ് പോകുന്നുണ്ട്, എലോയ് പുതിയ എലോയ് ഇട്ടിട്ട്. ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് 1-2 ഇതുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയ സ്കോർപ്പിയോ ഇല്ലേ, പുതിയ വണ്ടി സ്കോർപ്പിയോ പുതിയത് ഇറങ്ങിയത്, അത് എലോയ് ഇട്ടിട്ട് എൻ്റെ പൊന്നെ കിട്ടില്ല, മാരക ലുക്കാണ്. പിന്നെ നമ്മുടെ പണ്ടത്തെ സ്കോർപ്പിയോ ഇല്ലേ, നമ്മുടെ ചെസ് മൂവിയിലത്തെ സ്കോർപ്പിയോ, അതും എലോയൊക്കെ ഇട്ട് കിട്ടില്ല ലുക്കിൽ കേട്ടോ. പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ കുറേ കാണാം കേട്ടോ. പഞ്ചാബി സൈഡ് ഫുള്ള് സിറ്റികളിൽ കുറേ കാണാം. ഞാൻ ആ ഭാഗങ്ങൾ നോക്കട്ടെ. ആ സാധനങ്ങൾ കിട്ടാണ് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അടിപൊളിയാണ് വണ്ടികൾ, നൈസായിട്ട് എലോയൊക്കെ ഇട്ട് നൈസാണ്. ശരിക്കും വണ്ടിപ്രാന്തന്മാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണും നോക്കി കണ്ണും നട്ടിരിക്കാന്നൊക്കെ പറയില്ല, അതുപോലെ നോക്കിയിരിക്കട്ടെ. എനിക്ക് വണ്ടികളോട് അത്ര ക്രേസ് ഇല്ല. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ഓരോ കാറുകൾ പോരുമ്പോൾ എൻ്റെ ദൈവമേ എന്തോന്നടാ ഇതെന്നൊക്കെ. ലൈക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ എലോയ് മാത്രം അവർ മാറിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിനും ഒരു ഭംഗിയുണ്ട് കേട്ടോ. ആ എലോയ്ക്ക് വരെ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനത്തെ എലോയ് ഇവിടെ കണ്ട അത്ര എലോയ് ഒന്നും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എലോയ് ചിലപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു സിഗ്നലിൽ വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്തിട്ട് ഒന്ന് ഫോട്ടോസ് എടുത്തതാ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോട്ടുകൾ അങ്ങനെ ഇഷ്ടം പോലെ ഫുള്ള് എലോയ് ഇതുകളുണ്ട് കേട്ടോ. ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു 2000 രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടും, അതൊക്കെ ഒരു പുല്ല് വില എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കേരളത്തിൽ നിന്ന് സൈക്കിൾ ചവിട്ടി ഇവിടം വരെ എത്തി ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കതൊരു ഇതായിട്ട് തോന്നിയിട്ടാണ്. കാരണം എൻ്റെ പൊന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ഫീലിങ്സ് ആയി പോയിട്ടാണ്. ഇഷ്ടം പോലെ കാറുകളുണ്ട് കേട്ടോ, പുതിയ കാറും. അതുപോലെ തന്നെ ഞാൻ കണ്ടത് സെന്ന്, ഏറ്റവും ഓൾഡ് മോഡൽ സെന്നൊക്കെ അതിന് വരെ അവർ എലോയ് ഇട്ടിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് റൈഡേഴ്സ് കഫേയിലെത്തി. आपका दोस्त राइडर क्लब में है? ओके ओके, इज वन ऑफ द क्लब मेंबर. एंड योर नेम? ऋषि. राइडर्स कैफे ओनर ऋषि. Okay, can you just tell the location that people can find you if anyone coming from south? Basically, whenever you coming to Punjab or Ludhiana, so you can just search for Riders Cafe Ludhiana. So we are based on the Firozpur Road. It's just opposite to MBD Mall. So any kind of traveler, biker or any traveler enthusiast traveling from Ludhiana to anywhere across the hills or anywhere, so you can just hop in here. Yeah. So we have all the bike facilities for you as well. So if you want any kind of help regarding your bike repair or something, anything, so we do provide bikes on rent as well. So whenever you are around, so just ping us and you're most welcome at Riders Cafe. ഓക്കെ, ഇതാണ് കഫേട്ടാ, റൈഡേഴ്സ് കഫേ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കി വെച്ചോ, നമ്മുടെ പഞ്ചാബിലുള്ളതാണ് കേട്ടോ. ആൻഡ് ക്യാൻ ഐ ആസ്ക് യു വൺ മോർ തിങ്? വെൻ ഐ entered Punjab, I saw many cars with expensive one, cheap one. Every cars they change their alloy wheel.
I don't know why. why they change their alloy So wheels. basically, bro, like in Punjab, you will see 99% cars with all the alloy wheels. So the thing is, people here are fond of alloys and making their car super pretty, and that's why whenever a Punjabi is buying a car, so they have the budget for the ex-showroom car and plus the alloy wheels as well. So they count the budget of the car already with alloy wheels. So whenever the cars come out of the showroom, they, before even going to a temple or any religious place, they are first change the alloys. Alloy wheels, yeah. So that's why it's basically a kind of a tradition, I guess. Tradition, So okay. maybe a good thing for the cars as well. Like from my side, from Kerala is also famous for modification, but it's like it's not about alloy wheels. Like they will change the entire body of the car. Yeah. Like here, the body of the car is like still remains, but the every car's wheel alloy wheels. They are changing to alloy wheels. Exactly. That's what I found the difference Exactly, between. yeah. ഞാൻ കുറേ എല്ലാ കാറുകളും കിട്ടില്ല അലോയികളായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പോലെ ഞാൻ കണ്ടു നിന്ന് പോകും കുറച്ച് നേരം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ചുമ്മാ ചില്ലിങ് അറ്റ് റൈഡേഴ്സ് കഫേ. സോ അതാണ് സംഭവം. ഞാൻ എലോയുടെ കാര്യം ചോദിച്ചില്ലേ, അപ്പോൾ എലോയുടെ കാര്യം ചോദിച്ച കാരണം ഇവിടെ എലോയികളുടെ ഒരു ശേഖരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ദിസ് ഷോപ്പ് ഹാവ് ദ പ്രൊഡക്ഷൻ ആൾസോ, എലോയ് വീൽ പ്രൊഡക്ഷൻ. They have the production. Their own brand is this. Okay. RPM wheels. RPM wheels. RPM So wheels. We, okay. we use it for velocity. Okay. And this is their own vector tires. Vector tires. So yeah. how much the pricing for For prices, I have to call that. call them? Okay. ഇതാണ് അവരുടെ കളക്ഷൻസ് കേട്ടോ. RPM വീൽസ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഈ ഷോപ്പിന്റെ ഓൺ പ്രൊഡക്ഷൻ ആണ് RPM, റൈറ്റ്? RPM, യെസ്. ഇതാണ് അവരുടെ കളക്ഷൻസ് കേട്ടോ ഫുള്ള്. They have for every cars they have alloy wheels. Yeah, for every single car. Okay. കൊള്ളാട്ടാ എൻ്റെ അമ്മോ. So this is their city store. Ah. So the biggest store of the North India. It's on the main national highway. National highway. Yeah. So Okay. this store is for the city. Okay. Yeah. There is another shop in the national highway. National highway. Okay, By the that- name of Velocity Tires. Velocity. Okay, fine. പക്ഷെ എൻ്റെ അമ്മ അടിപൊളി ഇട്ടാ കൊള്ളാട്ടെ. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കാറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അടിപൊളി. ഗൈസ് നമ്മൾ നമ്മുടെ അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ. അപ്പോൾ റൊട്ടി गेहूं का रोटी, वो दाल ये साग, सरसों का साग. वो क्या? कोरिएंडर. हाँ. एक मिनट टेस्ट करेगा. सरसों का साग. ആ ഒരു കറിയും ദാലും റൊട്ടിയും ഉണ്ട് കേട്ടോ. അടിപൊളി. ആളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യകാജി. അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ചെറിയൊരു ടെൻ്റ് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു റൂമുണ്ട് കേട്ടോ, അടച്ചുറപ്പുള്ളൊരു റൂം. ഇതൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കഴിച്ചു, പരിപാടികളെല്ലാം സെറ്റായി. പാൻറ്റ് സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം ഗൈസ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്, അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ. സോ ഓരോരോ ജീവിതാനുഭവങ്ങൾ ഓരോ ദിവസവും ഓരോരുത്തരെ പരിചയപ്പെടുന്നു, ഓരോരോ കാര്യങ്ങൾ. വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് ആയിരിക്കും ഈ കടന്നു പോകുന്നത് കേട്ടോ. വീഡിയോസ് ആൾക്കാർ കാണുന്നത് കുറേ, പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ ഭയങ്കര സംതൃപ്തനാണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല രീതിയിൽ ഫുഡ് അടിച്ചു. 8 റൊട്ടി കഴിച്ചു കേട്ടോ. 8 റൊട്ടി കഴിച്ച് വയറ് ഫുള്ളാക്കിയിട്ടുണ്ട്. കാരണം അതൊന്നും പറ്റണില്ല കേട്ടോ. അതുകൊണ്ടൊന്നും ഒന്നും ആവണില്ല. കാരണം അത്രയ്ക്ക് ബോഡിയിൽ നിന്ന് ഡ്രെയിനായി പോകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. എന്തായാലും അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. നാളെ എന്തായാലും 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ. ശുഭരാത്രി.